ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് എൻ്റെ കാച്ചുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നേ. ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ബർത്ത്ഡേ ആണ്, ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. കുറച്ച് ഡ്രസ്സൊന്നും ഇല്ല കേട്ടോ, കാച്ചുവിനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി സ്റ്റുഡിയോയിലേക്കാണ് നമ്മൾ ആദ്യം പോയത്. അവിടെ ചെന്ന് സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ വലിയ കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഏകദേശം ഒരു 6 വയസ്സിന് താഴത്തേക്കുള്ള കുട്ടികളുടെ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ വലിയ കുട്ടികളുടെ എന്നല്ല, എൻ്റെ കാച്ചുവിൻ്റെ ഭാഗത്തുനിന്നുള്ള ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും അധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാച്ചുവിന് ഒരു പാൻറ്റ് മാത്രം ഇഷ്ടപ്പെട്ടു. അത് അവൻ കൈക്ക് അളന്ന് നോക്കുന്നുണ്ട് എൻ്റെ പാകത്തിന് സെറ്റ് ആകുമെന്ന്. പക്ഷേ എനിക്ക് കളർ ഇഷ്ടമാവാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് എടുക്കണ്ട. അങ്ങനെ അവിടെ നിന്ന് കുറേ ഡാൻസും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് സ്റ്റൈൽ യൂണിയനിലേക്കാണ്. അവിടെ ഞാൻ ആദ്യമായിട്ട് കയറുകയാണ് കേട്ടോ. പക്ഷെ ഭയങ്കര കളക്ഷൻസ് ഉണ്ടായിരുന്നു, വുമൻസിനൊക്കെ ഭയങ്കര കളക്ഷനാണ് കേട്ടോ. അത് എന്തേ ഒരു പാൻറ് എടുത്ത് കൈ പിടിച്ചു, അമ്മേ ഇതെനിക്ക് പാകമാണെന്ന് പറഞ്ഞിട്ട്. കളക്ഷൻസ് ഒരുപാട് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒന്നിൽ ഞങ്ങൾ നിർത്തിയില്ല കേട്ടോ. കുറേ തപ്പി ഞങ്ങൾ അങ്ങനെ ഒരു പാൻറ്റും ഷർട്ടും കണ്ടുപിടിച്ചു. അങ്ങനെ കണ്ടുപിടിച്ച് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. ആ സമയത്തെ കോപ്രായമാണ് ഈ നിങ്ങൾ കാണുന്നത്. സാറിന് സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവസാനം പറഞ്ഞു എനിക്കിത് മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്നുകൊണ്ട് ഡാൻസ് കളിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അടുത്ത ലക്ഷ്യം ഇനി ഒരു തൊപ്പിയായിരുന്നേ. തൊപ്പി ഞങ്ങൾ വെച്ചൊക്കെ നോക്കി, പക്ഷേ ക്യാപ്പ് ഞങ്ങൾക്ക് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പാൻറ്റും ഷർട്ടും മാത്രം എടുത്തിട്ട് സ്റ്റൈൽ യൂണിയനിൽ നിന്ന് നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോക്ക്. ഏകദേശം ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി. കാരണം ഇന്ന് ബർത്ത്ഡേ ആണല്ലോ, അപ്പോൾ കാച്ചുവിന് സ്പെഷ്യൽ വേണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ്. ഫ്രഞ്ച് ഫ്രൈസും സോസും കൂടെ ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസും കുടിച്ച് ഞങ്ങളുടെ 4 മണിക്കാപ്പ് ഞങ്ങൾ അങ്ങനെ സെറ്റാക്കി. ഇനി അടുത്ത പരിപാടി നമുക്ക് ബർത്ത്ഡേ പാർട്ടി ഇവിടെ അല്ല, നമ്മുടെ ആൻറ്റി പെണ്ണിൻ്റെ വീട്ടിലാണ്. ആൻറ്റിയും മാമനും ഞങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാച്ചുവിന് അറിയാം ഇന്ന് എന്തോ ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് കിട്ടാൻ പോകുന്നുണ്ടെന്ന്. പക്ഷേ അത് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഭയങ്കര ആകാംക്ഷയായിരുന്നേ. കാരണം രാവിലെ മുതൽ ചോദിക്കുന്നുണ്ട് അമ്മയൊക്കെ എനിക്ക് എന്താ തരണമെന്ന്. അപ്പോൾ അവൻ അറിയാണ്ട് ഞങ്ങൾ സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 6 മണിയല്ല 7 മണിയൊക്കെ ആയപ്പം പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ആൻറ്റി മാമനും കൂട്ടാൻ വരുന്നുണ്ട്. പുറത്തിറങ്ങിയപ്പോൾ കാശുവിൻ്റെ സന്തോഷമാണ് കാണുന്നത്. ഞങ്ങളുടെ വക സ്പെഷ്യലായിരുന്നു കേട്ടോ, പാൻറ്റും ഷർട്ടും ഷൂസും ക്യാപ്പും. അപ്പോൾ അടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്നത് ആൻറ്റിയും മാമനും. അങ്ങനെ ആൻറ്റിയും മാമനും വന്നു. കാച്ചും അമ്മയും ആൻറ്റി പെണ്ണും കൂടെ പതിയെ പുറകെ വന്നു. ഞങ്ങൾ 3 ആളും ഫ്രണ്ടിൽ പോയിട്ടോ. കാരണം മാമന് കുറച്ച് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. നേരെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ ആൻറ്റിയുടെ വീടിൻ്റെ 18ാം പടി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും 2nd ഫ്ലോറിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ 18ാം പടി മസ്റ്റാണ്. അപ്പോൾ ഞങ്ങളുടെ ബർത്ത്ഡേ പാർട്ടിയുടെ സെറ്റപ്പ് ഇതാണ് കേട്ടോ. കേക്കൊക്കെ മേടിച്ച് ആൻറ്റി പെണ്ണും മാമനും എല്ലാം സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കാശു ഇതാ പുറകെ എത്തിയിട്ടുണ്ട്, താഴെ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നും അറിയാണ്ട് കേക്ക് മേടിച്ചതോ ഒന്നും അറിയാണ്ടാണ് കേട്ടോ കാശു വരുന്നത്. എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ടെന്നറിയാം. അപ്പോൾ ഒരു ഓവർ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല കേട്ടോ ആൾക്ക്. വന്നു കണ്ടു സന്തോഷമായി. വന്നതേ കേക്കിലേക്ക് ഒന്നും അല്ല നോക്കിയത്, അവിടെ വീർപ്പിച്ച് കിട്ടുന്ന ബലൂണിലേക്കായിരുന്നു കേട്ടോ ആശാൻ്റെ നോട്ടം. അതും എടുത്ത് കുറേ നേരം തട്ടിക്കളിച്ചു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ കേക്ക് വാങ്ങിച്ച് വെച്ചത് ആൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അവൻ ചോദിക്കാനുണ്ടായിരുന്നു ഇതാണോ നിങ്ങൾ എനിക്ക് ഒരുക്കിയിരിക്കുന്ന സർപ്രൈസ് എന്ന്. പക്ഷേ വേറെ എന്തോ ഒന്ന് കിട്ടാനുണ്ട്, സ്കേറ്റിംഗ് ഷൂ ആണോ സൈക്കിളാണോ എന്നുള്ളൊരു ഡൗട്ടിലാണ് ആൾ നിന്നത്. അങ്ങനെ മാമൻ പറഞ്ഞു നമുക്ക് ആദ്യം കേക്കൊക്കെ മുറിക്കാം, എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്തെങ്കിലും എന്ന് പറഞ്ഞു. അങ്ങനെ കേക്കിൻ്റെ മൂടയൊക്കെ തുറന്ന് ഞങ്ങളിതാ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേക്കൊക്കെ ഞങ്ങൾ തുറന്നു വെച്ചു. പക്ഷേ ഇപ്പം മുറിക്കാൻ പറ്റില്ല, കാരണം ഞങ്ങൾക്കൊരു ഗസ്റ്റും കൂടെ വരാനുണ്ട്. ഒരുപാട് നാളത്തെ പരിചയമൊന്നും ഇല്ലെങ്കിലും ആഴത്തിലുള്ള ഒരു പരിചയം ഫീൽ ചെയ്യിക്കുന്ന 2 പേരാണ് കേട്ടോ. അപ്പോൾ കാച്ചുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടെയാണ് അതിലൊരാൾ. കേക്കൊക്കെ തുറന്നു വെച്ചപ്പോൾ കാച്ചുവിനെക്കാട്ടിലും എക്സൈറ്റ്മെൻറ്റ് കുക്കുവിനായിരുന്നു കേട്ടോ. അവൻ ഓടിച്ചെന്നത് എങ്ങനെയെങ്കിലും ഒന്ന് വലിച്ചു വരണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഓടി നടക്കുകയാണ്. അപ്പോൾ അവനും ഒരു സൈഡിൽ പിടിച്ച് സെറ്റാക്കി വെച്ചില്ലെന്നുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ ബർത്ത്ഡേ പാർട്ടി കുളമാകുന്നത് കൊണ്ട് അമ്മ അവനെ എടുത്തുകൊണ്ട് നടന്നു കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കും നമ്മളുടെ ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗസ്റ്റ്, കാച്ചുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ എബി. കേക്കൊക്കെ മുറിക്കാൻ Happy birthday to dear Kashi. Happy birthday to you. Happy birthday. Happy birthday. Happy birthday.
കുക്കനം കൊടുക്കടി. അങ്ങനെ കാച്ചുവിൻ്റെ വക എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് കാച്ചുവിനും എല്ലാവരും കേക്കൊക്കെ കൊടുത്ത് ബർത്ത്ഡേ വിഷസ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അടുത്തത് ഇനി ഞങ്ങൾ തന്നെ കാച്ചുവിനോട് ചോദിച്ചു, ഇനി എന്തെങ്കിലും കാച്ചുവിന് വേണോ, ഇനി എന്തെങ്കിലും സർപ്രൈസ് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന്. ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആദ്യം കേക്ക് തിന്നിട്ടാവാം എന്നുള്ള മട്ടിൽ നിൽക്കുകയാണേ. പിന്നെ ബാക്കി വന്ന എല്ലാവർക്കും നമ്മൾ കേക്കൊക്കെ മുറിച്ച് പാത്രത്തിൽ വെച്ച് കൊടുത്തു. അപ്പോഴേക്കും മാമൻ പറഞ്ഞു, മോനൊരു സർപ്രൈസും കൂടെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിച്ചോളാൻ. അങ്ങനെ കാച്ചു തപ്പ് തുടങ്ങിയിട്ടോ. കാച്ചു മാത്രമായിരുന്നല്ല, കാച്ചുവും കൂട്ടുകാരൻ എബിയും കൂടെയാണ് കേട്ടോ തപ്പുന്നത്. കട്ടിലിൻ്റെ കീഴായ കട്ടിൽ മൊത്തവും കട്ടിലിൻ്റെ മുകളിൽ മൊത്തത്തിൽ അവൻ തപ്പിയിട്ടോ. പക്ഷെ കാണാൻ ഭയങ്കര പ്രയാസപ്പെട്ടു കണ്ടുപിടിക്കാൻ. അങ്ങനെ കുറേ നേരം തപ്പി. അപ്പം നമുക്കൊന്ന് കാണാം കാശുവിൻ്റെ ആ ഗിഫ്റ്റ് എന്താണെന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് നമുക്കൊന്ന് കാണാവേ. കുറേ നേരം തപ്പി നടന്ന അവസാനം ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി കുറച്ച് പാടായിരുന്നു കണ്ടുപിടിക്കാമെന്ന്. കാരണം അങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കൂട്ടുകാരൻ കണ്ടുപിടിച്ചു കേട്ടോ. എന്നാലും കാച്ചു കണ്ടുപിടിച്ചില്ല. അവസാനം ഞങ്ങൾ ക്ലൂ കൊടുത്ത് കാച്ചു കണ്ടുപിടിച്ചത്. അങ്ങനെ ഇതാ ആൻ്റെ പെണ്ണ് നമ്മുടെ സൈക്കിളെടുത്ത് പുറത്തേക്ക് വെക്കുകയാണേ. കാശുവിന് ഭയങ്കര സന്തോഷമായിട്ട് ശരിക്കും. കാശു പ്രതീക്ഷിച്ചിരുന്നു ഒന്നെങ്കിൽ സ്കേറ്റിംഗ് ഷൂ അല്ലെന്നുണ്ടെങ്കിൽ സൈക്കിള്, രണ്ടും ഞങ്ങൾ വാങ്ങിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ സ്കേറ്റിംഗ് ഷൂവിൻ്റെയും സൈക്കിളിൻ്റെയും പർപ്പസ് ഏകദേശം ഒന്ന് തന്നെ ആകുന്നതുകൊണ്ട് ഒന്ന് തന്നെയെന്ന് പറയാൻ പറ്റില്ല. എന്നാലും രണ്ടും കൂടെ ഒരുമിച്ച് കൈ കിട്ടുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം തള്ളും എന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ആദ്യം ഞങ്ങൾ വിചാരിച്ചു സൈക്കിൾ വാങ്ങിച്ച് കൊടുത്ത് അതൊന്ന് സെറ്റായി കഴിയുമ്പോൾ സ്കേറ്റിംഗ് ഷൂ വാങ്ങിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ. അങ്ങനെ കാശ് കുറേ നാളും കൊണ്ട് ആഗ്രഹിച്ചിരുന്നൊരു സാധനം കാശുവിൻ്റെ പ്രതീക്ഷ പോലെ തന്നെ ഇന്ന് കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും ഭയങ്കര സന്തോഷമായി ആൾക്ക്. അവനത് കിട്ടിയപ്പം അവൻ്റെ മുഖത്ത് സന്തോഷം കണ്ടപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് വൈകിട്ടത്തെ ഫുഡെന്ന് പറയുന്നത് അപ്പവും ചിക്കനും സാലഡും ആയിരുന്നേ. പക്ഷെ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും കാച്ചുവിൻ്റെ സൈക്കിൾ ചവിട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറേ നേരം എബിയായിട്ട് റോട്ടിൽ ഷെഡിൽ ബാറ്റൊക്കെ കളിച്ച് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തുന്നതിന് മുന്നേ തന്നെ സൈക്കിൾ കിട്ടിയപ്പോൾ ആൻറ്റിയുടെയും മാമൻ്റെയും വീടിൻ്റെ വഴിക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എബിയും മാമനും കാച്ചും കൂടെ പോയി കുറേ നേരം കാശു സൈക്കിളൊക്കെ ചവിട്ടി മാമൻ കൂടെ നടന്നു. അങ്ങനെ ഈ പരിപാടീസൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരം നമ്മുടെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 10 മണി കഴിഞ്ഞു നമ്മൾ വീട്ടിലെത്തിയപ്പം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.